നോക്കിയേ, കേരളത്തിലെ 28 കുടുംബ കോടതികളിലായി ദിനംപ്രതി 75 വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ പ്രവേശിച്ച കുടുംബ ജീവിതം, വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ചേർന്ന് വളരെ ആഘോഷപൂർവം ചേർത്തുവച്ച 2 സഹോദരങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ദിവസങ്ങൾക്കുള്ളിൽ, മാസങ്ങൾക്കുള്ളിൽ, ആഴ്ചകൾക്കുള്ളിൽ തങ്ങളുടെ വിവാഹ ജീവിതം അവസാനിപ്പിക്കുവാനായി തീരുമാനിക്കുന്നു. ആ തീരുമാനം കോടതി വരാന്തകളിൽ എത്തി നിൽക്കുന്നു. എന്താണ് ഇതിന് കാരണം? ഒരേ ഒരു കാരണമാണ് പ്രധാനമായിട്ടും ഇതിൽ കാണുവാൻ കഴിയുന്നത്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോൾ, ആ പുതു മോടി നഷ്ടപ്പെടുമ്പോൾ ഭാര്യ ഭർത്താവിനെ നോക്കി പറയുന്നു, നിങ്ങളെക്കാൾ നല്ലതൊന്നിനെ എനിക്ക് ലഭിക്കുമായിരുന്നു. ഭർത്താവ് ഭാര്യയെ നോക്കി പറയുന്നു, നിന്നേക്കാൾ നല്ലതൊന്നിനെ എനിക്ക് ലഭിക്കുമായിരുന്നു. നീ എന്റെ തലയിലായതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല ഒരു ഭാവി ലഭിക്കുമായിരുന്നു. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി കിട്ടിയതിൽ തൃപ്തിപ്പെടാതെ വേറെ ഏതോ നല്ലത് ലഭിക്കുമായിരുന്നു എന്ന് പുതിയതിനു വേണ്ടി തേടുന്ന അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. മനുഷ്യൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ചിന്ത എപ്പോഴും അതിനേക്കാൾ മനോഹരമായ മറ്റൊന്നിനെ തേടിക്കൊണ്ടേയിരിക്കും. ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് വയ്ക്കണമെന്നുള്ള ആഗ്രഹം, ഒരു വാഹനം വാങ്ങിയാൽ അതിനേക്കാൾ മനോഹരമായ മറ്റൊന്ന് വാങ്ങണമെന്നുള്ള ആഗ്രഹം. ഇങ്ങനെ എല്ലാ മേഖലയിലും താൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങളെക്കാൾ മനോഹരമായ മറ്റൊന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മനസ്സിനുള്ളത്. നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ വരുമ്പോൾ മനസ്സ് പുതിയത് തേടുവാൻ ആരംഭിക്കും. നിനക്ക് കർത്താവ് നൽകിയിരിക്കുന്ന വിവാഹ ജീവിതത്തിൽ നീ തൃപ്തനല്ലാതെ വരുമ്പോൾ നിന്റെ ഹൃദയം പുതിയതൊന്ന് തേടും. അപ്പോൾ നീ ഉള്ള ജീവിതത്തിൽ അസ്വസ്ഥനായി തീരും. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക, മനുഷ്യൻ പുരുഷനെ ഉണ്ടാക്കി, അവസാനം ഇങ്ങനെ മനുഷ്യന് ഒരു ചേർന്ന തുണയെ ഉണ്ടാക്കി കൊടുത്തു എന്ന് കാണുന്നു. പ്രിയ ദൈവത്തിന്റെ ജനമേ, നിനക്ക് ലഭിച്ചിരിക്കുന്ന നിന്റെ പാതി അത് നിന്റെ ചേർന്ന തുണയാണെന്ന് ഇന്ന് നീ നിന്റെ ഹൃദയത്തെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതെന്റെ ദൈവം എനിക്ക് വേണ്ടി സൃഷ്ടിച്ചവളാണ്, ഇതെനിക്ക് ചേർന്നതാണ്, ഇതാണ് എനിക്ക് ചേർന്നത്. വേറെ ഒന്നും എന്റെ ജീവിതത്തിൽ സൂട്ടബിളായി തീരത്തില്ല. എന്റെ പാതി, എന്റെ ഭാവി, എന്റെ ജീവിതം ഇവളാണെന്ന്, അല്ലെങ്കിൽ എന്റെ ജീവിതം ഇവനാണെന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പറഞ്ഞ് ശീലിപ്പിക്കുക. ഇതാണ് തക്കതായ തുണയെന്ന് പറഞ്ഞ് ശീലിപ്പിക്കുക. ഇതാണ് എന്റെ ദൈവം എനിക്ക് നൽകിയെന്ന് ശീലിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഹൃദയം പുതിയത് തേടുവാൻ തക്കവണ്ണം ഇടയായി തീരത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിങ്ങൾക്ക് സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. അതിനായി കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.